വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് സിൽവറിൻ്റെ ഒരു ഹെയർ ബോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൗറി ഷെൽസ് എടുത്തിട്ടുണ്ട്. 0.3യുടെ കോപ്പർ വയറും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് സിമ്പിളായിട്ട് ഒരു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കമ്പിയുടെ ഒരു ഹെയർ ബോ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു 0.3 കോപ്പർ വയർ നമ്മൾ കുറച്ച് ലെങ്ത് ഒന്ന് കട്ട് ചെയ്യുക. ഒത്തിരി ലെങ്ത് വേണ്ട. നിങ്ങൾക്ക് അത് ഒത്തിരി ലെങ്ത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കതിങ്ങനെ ചുറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അതങ്ങ് ജോയിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മൾ ഇതുപോലെ ആദ്യം ആ ഒരു കമ്പിയുടെ ഹെയർ ബോയിലോട്ട്, ഈ കമ്പിയുടെ ഹെയർ ബോ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അതുപോലെ തന്നെ കോപ്പർ വയറും സിൽവറിൻ്റെ കൗറി ഷെൽസും വാങ്ങിച്ചിരിക്കുന്നത് മോട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ നിന്നാണ്. ഒരു ഇൻസ്റ്റഗ്രാം അവർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവർ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നേരിട്ട് കടയിൽ പോയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടൂരാണ് ആ ഒരു കട. അപ്പോൾ നമ്മൾ ഇതുപോലെ കൗറി ഷെൽസ് അതിൻ്റെ കുറച്ച് ഹോൾസ് ഉണ്ട്. ആ ഹോളിൽ കൂടെ നമ്മൾ ആ ഒരു കമ്പിയുടെ വയർ നമ്മൾ കയറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ചുറ്റി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിപ്പം കമ്പി ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. പശ വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പം ഈ ഒരു ഹെയർ ബോ എന്ന് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും എല്ലാ പിള്ളേർക്കും വെക്കാം, കൊച്ചു പിള്ളേർക്കും വെക്കാം, അതുപോലെ തന്നെ മുതിർന്നവർക്കും വെക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ ഈ ടൈപ്പ് ഹെയർ ബോസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗോൾഡൻ ടൈപ്പും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ഡിസൈനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു കൗറി ഷെല്ലിൻ്റെ ആ ഒരു ഹോളിൽ കൂടെ നമ്മളിതുപോലെ കമ്പിയുടെ വയറ് കയറ്റിയതിന് ശേഷം നമ്മളിതുപോലെ 2 or 3 ചുറ്റിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കമ്പിയൊക്കെ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊടുത്താൽ മതി. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് ആ ഹോളിൽ കൂടെ കയറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കമ്പി വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ, കമ്പി കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് പശ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ സംഭവം ബീഡ്സൊക്കെ ആണെങ്കിൽ ഒട്ടിച്ചെടുക്കാം. പക്ഷേ പശയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നുന്നു കമ്പിയാണെന്ന് തോന്നുന്നു. പിന്നെ കമ്പി വെച്ചാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെ തലയിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ കമ്പിയൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. കാരണം ഈ കമ്പി കുറച്ച് മൂർച്ചയുള്ള കമ്പിയാണ്. പശ വെച്ചൊട്ടിക്കുമ്പോൾ നമുക്ക് അത്രയും കുഴപ്പമില്ലല്ലോ. പിന്നെ വലിച്ചിളക്കുമ്പോഴാണെങ്കിലും പശ വെച്ചൊട്ടിക്കുവാണെങ്കിൽ നല്ല പശ വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ അങ്ങനെ ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന പശകൾ, അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിന് ഉപയോഗിക്കുന്ന പശകളൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഈ കമ്പി എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് റേറ്റ് കൂടിയ കമ്പിയാണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പിയാണ്. 0.3യുടെ കമ്പിയാണ്. ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞത് കൊണ്ട് കൂടിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 0.4ഉം 0.2ഉം ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കമ്പി കുറച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഈ കമ്പി നമ്മുടെ കയ്യിൽ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പം ഉപയോഗിക്കുന്നവരൊക്കെ മസ്റ്റായിട്ടും കുറച്ച് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സും മറ്റുള്ളവരുടെ പ്രോഡക്ട്സുമായിട്ട് ചില ആൾക്കാരൊക്കെ താരതമ്യം കമ്പാരിസൺ റേറ്റിനൊക്കെ വെച്ച് കമ്പയറൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ടും നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമുക്ക് ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള പ്രൈസ് റേറ്റ് ഇടുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പം ഞാനാണെങ്കിലും അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ ഹെയർ ബോ എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഹെയർ ബോ ആട്ടോ ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബോയിനെക്കാട്ടിലും സ്റ്റീൽ ഹെയർ ബോ ആണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ കമ്പി എടുക്കുക, അല്ലെങ്കിൽ പശ എടുക്കുക, ജസ്റ്റ് ആ കൗറി ഷെൽസ് ആ കമ്പി കൂടെ കയറ്റിയിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി അങ്ങ് കൊടുത്താൽ മതി. പശയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഷടപടയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. പിന്നെ കുട്ടികളുടെ തലയിൽ നമ്മൾ ഇങ്ങനത്തെ ഹെയർ ബോസ് ഒക്കെ വെക്കുമ്പോൾ കമ്പി കൊള്ളാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലെയറൊക്കെ വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അമക്കി ആ ഒരു കമ്പി പുറത്ത് വരാത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിള്ളേരുടെ തലയിലൊക്കെ കമ്പി കൊള്ളുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും. കാരണം ഈ കമ്പിക്കാണെങ്കിൽ ഒന്ന് കോപ്പർ വയറിനാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മുറിയുകയും ചെയ്യും, ഭയങ്കര വേദനയായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് അതിന് പകരം നമുക്ക് പശ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ പശ സത്യം പറഞ്ഞ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മൊത്തം ഇവിടെ ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര ക്ലീനിങ് ആട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പശ ഞാൻ എവിടെയോ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ
ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ട് പശ എവിടാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ ചേച്ചിയും അതുപോലെ എൻ്റെ സ്വന്തം ചേച്ചിയാണോ, ചേച്ചിയും ഹസ്ബൻഡും കുഞ്ഞുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു കുഞ്ഞാട്ടോ, ഓടി നടക്കുന്ന പ്രായമാണ്. അപ്പോൾ അവനെ പേടിച്ച് ഞങ്ങളെല്ലാവരും സാധനങ്ങളെല്ലാം മുകളിലോട്ട് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ഒരു വയറൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൈ മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുറച്ച് കട്ടിയുള്ള വയറാണിത്. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയുള്ള വയറും ഉണ്ട്, തിന്നായിട്ടുള്ള 0.2-ൻ്റെയും 0.1-ൻ്റെയും ഒക്കെ വയറുകളുണ്ട് കേട്ടോ, കോപ്പർ വയേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സ്റ്റോറെന്ന് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഹെയർ ബോർഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സ്റ്റോർ മോട്ടിയാണ്. ഒത്തിരി സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ യൂട്യൂബൊക്കെ നോക്കിയാൽ തന്നെ ഒരുപാട് സ്റ്റോഴ്സുകളൊക്കെ ഉണ്ട്, ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയാലും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ വാങ്ങിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.